കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് എത്തി എന്നുള്ളതാണ് വണ്ടിയുടെ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മളിന്ന് ഹുണ്ടായുടെ ഒരു വർക്കിന് വേണ്ടി എത്തിയതായിരുന്നു. ഹുണ്ടായുടെ ക്രെറ്റയായിരുന്നു നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. ആ ടൈമിലാണ് യാർഡിൽ ഒരു SUV പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. നല്ല ചെറിയൊരു SUV, ഫുള്ള് ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിടക്കും. ഹുണ്ടായുടെ ഒഫീഷ്യൽ സൈറ്റ് നോക്കി കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്. 2 ദിവസം ആയാലും വന്നത്. ഇത് പുതിയ നൈറ്റ് എഡിഷൻ ആണ്. അതിന്റെ കൂടെ ഒരു ഷാഡോ ഗ്രേ കളർ കൂടി ഉണ്ട്. ഈ വേരിയന്റുകളുടെ പെട്രോൾ എഞ്ചിനും CNG അവൈലബിൾ ആണ്. ഇതിൽ 1197cc 4 സിലിണ്ടർ BS6 പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ വൈപ്പർ വെക്കാതെ ഡിഫോഗർ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു ഫിനിഷിംഗ് കിട്ടുന്നു. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന റൂഫ് റെയിൽ ആണെങ്കിലും ബ്രിഡ്ജ് ടൈപ്പ് ആണ് വരുന്നത്. എംബ്ലത്തിനാണെങ്കിലും നല്ല 3D ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയൽ ഭാഗം വരുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. AC വെന്റും കാര്യങ്ങളൊക്കെ ചെറിയൊരു റെഡ് ഫിനിഷിംഗിലേക്ക് മാറ്റി. സീറ്റിംഗും കാര്യങ്ങളൊന്നും എക്സ്റ്ററിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയില്ല. കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കിലേക്ക് എത്തി എന്നുള്ളതാണ് വണ്ടിയുടെ ഏറ്റവും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയത്. എന്തൊക്കെ പറഞ്ഞാൽ ആ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഒരു റെഡ് ലൈൻ കൊടുത്തപ്പോൾ വണ്ടിക്ക് ഒരു പ്രീമിയം ലുക്കിലേക്കുള്ള ഒരു കൺവേർഷൻ കിട്ടി എന്നുള്ള കാര്യമാണ്. ബാക്കിയുള്ള ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും വലിയ വ്യത്യാസം നമുക്ക് തോന്നിയില്ല. പിന്നെ ഈ മോഡലിന് 2 വേരിയന്റ് വരുന്നുണ്ട്, XX, XSO എന്ന് പറഞ്ഞത്. അത് തമ്മിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വ്യത്യാസങ്ങൾ വന്നാലേ ഉള്ളൂ. ഇതിന്റെ ഫുൾ വീഡിയോ ഹുണ്ടായുടെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. ഞാനതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു വണ്ടിയുമായിട്ട് എത്തുന്നതാണ്. ഇത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയത്, എന്നാൽ പോലും നമ്മളിത് കണ്ടുപിടിച്ച് ഇനി മുന്നേറുന്നതാണ്.